ഈ വീഡിയോയിൽ ഞാൻ ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലിസ്റ്റ് ഇൻ പൈത്തോണിൽ ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ലിസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ഡാറ്റ ടൈപ്പാണ്. ഈ സ്ട്രിങ്സ്, ബൂളിയൻസ് പോലൊരു ഡാറ്റ ടൈപ്പ് മാത്രമാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിനെ കൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ വേരിയബിൾ നെയിമിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ലിസ്റ്റിൻ്റെ ഗുണം. ഇപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഒരു വേരിയബിൾ STR എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരൊറ്റ സ്ട്രിങ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ ലിസ്റ്റിൻ്റെ അങ്ങനെയല്ല, മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ലിസ്റ്റിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലിസ്റ്റിൻ്റെ ഒരു സിൻടാക്സ് വരുന്നത്. അപ്പോൾ വെച്ചാൽ ഞാനിപ്പോൾ 4 വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരൊറ്റ വേരിയബിളിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ വെച്ചാൽ നമുക്ക് എം ടി ലിസ്റ്റും കൂടി കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം. ഇത്രയുള്ളൂ. ഇതാണ് എം ടി സ്ട്രിങ് എന്ന് പറയുന്നത്. എം ടി സ്ട്രിങ്ങിനെ പറ്റി ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം. അപ്പം ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് 45, 56, 67, 78 എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഓരോരോ ഡാറ്റ മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എനിക്ക് ആക്സസ് ചെയ്യേണ്ടത് 45 ആണെങ്കിൽ ആ ഇൻഡെക്സ് 0th പൊസിഷനാണ്. എപ്പോഴും 0ൽ നിന്നാണ് പൈത്തോണിൻ്റെ സ്റ്റാർട്ട്. 0 ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. ഓക്കെ, സോ എനിക്കിപ്പം ലിസ്റ്റ് ഓഫ് 45 വാല്യൂ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ലിസ്റ്റ് ഓഫ് 0 ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വയ്ക്കാൻ നമുക്ക് 45 വരുന്നതായിട്ട് കാണാം. ഓക്കെ, സോറി. നോക്കാം, ഇവിടെ നമുക്ക് 45 ആയിട്ട് ഔട്ട്പുട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതാണ്. അപ്പം ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ലിസ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ 56 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പം അതാണ് ബേസിക്. അതാണ് എന്താണ് ലിസ്റ്റ് എന്നും എങ്ങനെയാണ് ലിസ്റ്റിൻ്റെ അകത്ത് കണ്ടൻറ് ആഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ലിസ്റ്റിൻ്റെ അകത്ത് ആഡ് ചെയ്ത കണ്ടൻറ്റ് ഓരോന്നായിട്ട് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടതെന്നുമാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചത്. അതേപോലെ തന്നെ എനിക്കിപ്പം 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. 45ഉം 56ഉം അല്ലെങ്കിൽ 45ഉം 67ഉം എനിക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റും. എനിക്ക് ഇപ്പോൾ 45 ആണെങ്കിൽ 0th പൊസിഷനാണ്. അപ്പോൾ ഞാൻ 0 ആക്കുകയാണ്. പ്ലസ് 67 എന്ന് പറയുമ്പോൾ 0, 1, 2 സെക്കൻഡ് പൊസിഷനാണ്. സോ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള സമ്മത്തിലാണോ അത് വരുന്നതായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് ഇട്ട്. 112 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു 0 ഇല്ല, അതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പം 0 ഇപ്പം 45 ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോരു വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി നമുക്ക് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ ഞാനിപ്പം ലിസ്റ്റ് ഓഫ് നെയിം 56 എനിക്ക് വേണ്ട, എനിക്ക് 56 ചേഞ്ച് ചെയ്യണം. 56 ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് 60 ആക്കണമെന്നുണ്ടെങ്കിൽ 56ൻ്റെ പൊസിഷൻ, അതായത് 1th പൊസിഷൻ, അത് ഞാനിവിടെ 60 ആക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനത് പ്രിൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന്. അതായത് 1 പൊസിഷൻ. ഓക്കെ, സോ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ 56 എന്ന ഇത് നമ്പർ മാറ്റി ഞാൻ 60 ആക്കി. അത് ഞാൻ പ്രിൻറ്റ് ചെയ്ത് നോക്കണം എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന്. നമുക്ക് 60 ആണ് വരേണ്ടത്. ഓക്കെ, 45, അതായത് 0 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 45 വന്നു. പിന്നെ ഫസ്റ്റ് പൊസിഷൻ ആക്ച്വലി ഉണ്ടായിരുന്നത് 56 ആണ്, പക്ഷെ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് അത് 60 ആക്കി. അതുകൊണ്ട് ഇവിടെ 60 എന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. വേറൊരു ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലിസ്റ്റിനൊരു പ്രത്യേക ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ലെങ്ത് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പം വേണമെങ്കിലും ഒരു എലിമെൻറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം.
ഇപ്പോൾ ലിസ്റ്റ് നെയിം എന്ന ലിസ്റ്റിലേക്ക് എനിക്കൊരു ഇപ്പം 4 എലിമെൻറ്റ്സ് ഉള്ളത്. അതിന് കൂടെ എനിക്ക് ഒരു എലിമെൻറ്റ് കൂടി ചേർക്കണം, 100 എന്ന് പറഞ്ഞ എലിമെൻറ്റ് കൂടി ചേർക്കണം. അപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും ചേർക്കാം, ഏതൊരു പ്രോഗ്രാമിൻ്റെ മിഡിൽ വേണമെങ്കിൽ എനിക്ക് ചേർക്കാൻ പറ്റും. ലിസ്റ്റ് നെയിം ഡോട്ട് append 100, ലിസ്റ്റ് നെയിം ഡോട്ട് append 100. അതായത് ഈ ലിസ്റ്റ് നെയിമിൽ append എന്ന് വെച്ച് append എന്ന ഒരു ഇൻബിൽഡ് ഫംഗ്ഷനാണ്. append എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ഒന്നിൻ്റെ കൂടെ ആഡ് ചെയ്യുക വെച്ചാൽ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ append എന്നൊരു ഇൻബിൽഡ് ഫംഗ്ഷന് പൈത്തോണ്ട് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ append 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 78 കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും എപ്പോഴും വരുന്നത്. നമുക്ക് അവസാനത്തേക്ക് ആഡ് ചെയ്യുന്ന 100 എന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ append 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 78 കഴിഞ്ഞിട്ട് 100 നമുക്ക് വരുന്നതായിരിക്കും. സോ നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 45, 60, 67, 78, 100 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ 100 ആഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മൾ append എന്ന ഇൻബിൽഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ 100 ആഡ് ചെയ്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു എലിമെൻ്റായിട്ട് മാറണം. എലിമെൻ്റായിട്ട് മാറുകയെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് പൊസിഷനിലേക്കായിരിക്കും വരുന്നത്. പിന്നെ വെച്ചാൽ ഇതേ സംഭവം നമുക്ക് empty stringലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു empty ലിസ്റ്റ് ചെയ്യാൻ പറ്റും. empty ലിസ്റ്റ് ഞാൻ ചെയ്യാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു empty ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു സ്ട്രിങ് കൊടുക്കുകയാണ് പൈത്തോൺ. ഓക്കെ, എന്നിട്ടത് പ്രിൻ്റ് ചെയ്യാം. empty string പ്രിൻ്റ്. ഓക്കെ, ഞാനത് പൊസിഷൻ റോങ് ആയിപ്പോയി. 0th പൊസിഷനാണ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ എറർ വരുന്നുണ്ട്. എറർ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്ന രീതി തെറ്റായിപ്പോയി. അതിപ്പം നിങ്ങൾ വീഡിയോ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ലിസ്റ്റ് നെയിം ഡോട്ട് append ചെയ്തില്ല. append ചെയ്താൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വാല്യൂ നമ്മളിപ്പോൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഒരു ലിസ്റ്റിൻ്റെ കൂടെ നമുക്കൊരു വാല്യൂ ആഡ് ചെയ്യാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എനിക്കൊരു എറർ വന്നത്. അപ്പം ഇപ്പം എനിക്ക് ഒരു എറർ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ append ഉപയോഗിക്കാണ്ട് ഇവിടെ. ഓക്കെ, സോ ഇത് എനിക്ക് എറർ വരത്തില്ല. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് പൈത്തോൺ വരുന്നതായിരിക്കും. സോ അതാണ് ഒരു കാര്യം മറക്കരുത്. നമ്മളിപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ append എന്ന ഇൻബിൽഡ് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത് നമുക്ക് ലിസ്റ്റ് സ്ലൈസിങ്ങിനെ പറ്റി ഒരു നോക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ ഒന്ന് ഇത് ചെയ്യാണ്, കമൻറ്റ് ചെയ്യാണ്. അത് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലിസ്റ്റ് സ്ലൈസിങ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ലിസ്റ്റിനകത്ത് ഇപ്പം 4 എലിമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് 2 എലിമെൻറ്റ്സ് മാത്രമേ വേണ്ടൂ. സോ അതിനാണ് നമ്മൾ ലിസ്റ്റ് സ്ലൈസിങ് എന്നൊരു സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് സ്ലൈസിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്. പിന്നെ ലിസ്റ്റിൻ്റെ പേര്, എവിടം തൊട്ടിട്ട് എവിടം വരെയുള്ള വേർഡ്സാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഇതിൻ്റെ അകത്ത് 0, 1, 2, 3 അതാണ് ഇൻഡെക്സ് പൊസിഷൻ. 0, 1, 2, 3 ആണ് ഇൻഡെക്സ് പൊസിഷൻസ്. ബട്ട് ടോട്ടൽ 4 എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് 2 എലിമെൻറ്റ്സ് ആണ് വേണ്ടത്. ഒന്ന് 56ഉം ഒന്ന് 67ഉം ആണ് വേണ്ടത്. 56 പൊസിഷനാണ് 1. ഇൻഡെക്സ് 1ലാണ് 56 പൊസിഷൻ ഉള്ളത്. അപ്പം നമുക്ക് 56 വേണം, പിന്നെ 67 വേണം. 67 വേണമെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സ് വാല്യൂ ആണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം 67 ആക്ച്വലി ഉള്ള ഇൻഡെക്സ് നമ്പർ 0, 1, 2 ആണ്. 2 എന്ന ഇൻഡെക്സ് പൊസിഷനിലാണ് 67 ഉള്ളത്. പക്ഷെ ഞങ്ങൾ ഇവിടെ കൊടുക്കുമ്പോൾ അത് 3 ആയിട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ പൈത്തോണിൻ്റെ അകത്ത് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലത്തെ എലിമെൻറ്റ് വരെയുള്ള ഇതാണ് നമുക്ക് മുമ്പത്തെ എലിമെൻറ്റ് വരെയുള്ള പോർഷൻ ആയിരിക്കും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക.
അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് 67ഉം 60യും. 60 എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ 60 ഞാനിവിടെ അപ്പെൻഡ് ചെയ്തിട്ടുണ്ട് 1 പൊസിഷനിൽ 60. ഇതിപ്പോൾ ഞാൻ #, ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 56ഉം 67 വരും. 56, 67. സോ അതാണ് സ്ലൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്കൊരു പോർഷൻ ഓഫ് എ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു പോർഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസിങ് ഉപയോഗിക്കുന്നത്. സ്ലൈസിങ്ങിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടം വരെയാണ് വേണ്ടത് അതിൻ്റെ അപ്പുറമുള്ള അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്തിട്ട് വേണം ആ ഇൻഡെക്സ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, എന്താണ് പൊസിഷൻ ആ പൊസിഷൻ എന്ന്, എൻഡിങ് +1 എന്നൊരു രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പൈത്തോണിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഒരു വേരിയബിൾ നെയിം, അതിൻ്റെ കൂടെ ഏത് ലിസ്റ്റിൽ നിന്നാണോ നമുക്ക് ആ ഒരു എലിമെൻറ്റ്സ് വേണ്ടുന്നത്, ഗ്രൂപ്പ് ഓഫ് എലിമെൻറ്റ്സ് വേണ്ടുന്നത്, അങ്ങനെയാണ് അതിൻ്റെ ഒരു സിൻടാക്സ് വരുന്നത്. സ്ലൈസിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും ഉപയോഗിക്കാവുന്നതാണ്, ഇത് സ്ട്രിങ്സിലും കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, വേറെ സ്ലൈസിങ്ങിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം, ഒരു മെത്തേഡ്. സ്ലൈസ് 2 എന്നൊരു വേരിയബിൾ കൊടുക്കുകയാണ് ഞാനിവിടെ. ലിസ്റ്റ് നെയിം ഓക്കെ, ഇതാണ് ഞാനിപ്പം ചെയ്തിരിക്കുന്ന ഒരു കോഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 എലിമെൻറ്റ്, ഓക്കെ, ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ലൈനാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ 2 എലിമെൻ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം, അപ്പം മനസ്സിലാവും. നോക്കാം, 45 and 56 ആദ്യത്തെ 2 എലിമെൻ്റാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അവസാനത്തെ 2 എലിമെൻ്റാണ് വേണമെങ്കിൽ നമ്മളിവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങളിവിടെ ഇപ്പം 2 സ്റ്റാർ, അതായത് ഇൻഡെക്സ്, അതായത് 2-ൽ നിന്നും അവസാനം വരെ, അതാണ് ലാസ്റ്റത്തെ ഒരു ഇത് വരുന്നത്. ഇവിടെ ഞാൻ # ഇടാണ്, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, 67, 78 ഈ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റത്തെ 2 എലിമെൻറ്റിൽ, അതായത് 2 സെക്കൻഡ് പൊസിഷൻ ಅಂದರೆ സെക്കൻഡ് എലിമെൻറ്റിൽ നിന്ന് ബാക്കി എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ 100 ആഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 111 ആഡ് ചെയ്യണമെങ്കിൽ അത് മൊത്തമായിട്ട് പ്രിൻറ്റ് ചെയ്യും. 2 എലിമെൻറ്റ്സ് എന്നല്ല, മൊത്തമായിട്ടുള്ളത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ 2-ന് ശേഷം, അതായത് പൊസിഷൻ 2, 1, 2, ഇൻഡെക്സ് നമ്പർ അല്ല, പൊസിഷൻ 1, 2, അതിന് ശേഷമുള്ള എല്ലാം പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്ലൈസിങ്ങിനെ പറ്റി അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമുക്കിപ്പം ഇത്രയും എലിമെൻറ്റ്സ് ഉണ്ട് ഒരു ലിസ്റ്റിൻ്റെ അകത്ത്. അപ്പോൾ ഈ എലിമെൻറ്റിൻ്റെ അകത്ത് എനിക്ക് 67ൻ്റെ പൊസിഷൻ എത്രയാണെന്ന് അറിയണം. 67ൻ്റെ പൊസിഷൻ വെച്ചാൽ ഇൻഡെക്സ് എത്രയാണെന്ന് എനിക്കറിയണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് എന്നൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്, ഇൻഡ് എന്ന്, ലിസ്റ്റിൻ്റെ പേര് കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഇൻഡെക്സ് ഓഫ് 67ൻ്റെ ഇൻഡെക്സ് നമ്പർ എത്രയാണ് ആ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ ഇൻഡ് എന്ന വേരിയബിളിലേക്ക് പോകുന്നത്. ഓക്കെ, ഞാൻ ബാക്കിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ്, കുറച്ചും കൂടി ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് റൺ ചെയ്ത്, ഓക്കെ, ഞാനത് ഇൻഡ് പ്രിൻറ്റ് ചെയ്തിട്ടില്ല. ഇൻഡ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 67 ഇൻഡെക്സ് 2, 0, 1, 2. സോ 67 സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. നമുക്ക് ഈ ഒരു ഇൻഡെക്സ് എന്നൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ സിൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് നെയിം ഡോട്ട് ഇൻഡെക്സ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ append ഉപയോഗിച്ചിട്ട് നമ്മൾ
കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. append ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് ലാസ്റ്റിലെ പൊസിഷനിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ append ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പൊസിഷനിലേക്കാണ് ഒരു എലിമെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു മിഡിലിൽ ഒരു പൊസിഷന് എലിമെൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ മിഡിലിൽ ഏതെങ്കിലും ഒരു 1-ലോ അല്ലെങ്കിൽ 2-ലോ ഇവിടെ ഈ 67 ശേഷമോ അതിനു മുമ്പ് എനിക്കൊരു എലിമെൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇൻസേർട്ട് എന്നൊരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഫോമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഓക്കെ, അത് മേലെ കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തൊക്കെ ഒന്ന് ബ്ലാങ്ക് സ്പേസസ് ഒക്കെ ഒന്ന് മേലെയൊക്കെയാണ്. ഓക്കെ, സോ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മിഡിലൊരു എലിമെൻറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ലിസ്റ്റ് നെയിം, ഏത് ലിസ്റ്റിനാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ആ ലിസ്റ്റ് നെയിം ഡോട്ട് ഇൻസേർട്ട് ഏത് പൊസിഷനിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എനിക്ക് സെക്കൻഡ് പൊസിഷനിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് പൊസിഷനിലേക്ക് ഏത് വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, എനിക്ക് സെക്കൻഡ് പൊസിഷനിലേക്ക് 200 വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ഇത് ആഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഏത് പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നതെന്ന്. ലിസ്റ്റ് നെയിം ഇത് ഞാനൊന്ന് ഇതാക്കുകയാണ്, കമൻറ്റ് ചെയ്യണം, നോക്കാം, ഔട്ട്പുട്ട് നോക്കാം. 200 വന്നിട്ടുണ്ട്. അത് സെക്കൻഡ് പൊസിഷനിൽ. സെക്കൻഡ് പൊസിഷൻ എന്ന് വെച്ചാൽ സെക്കൻഡ് ഇൻഡെക്സ് നമ്പറിലാണ്. ഓക്കെ, അത് 0, 1, 2. ഈ 2 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 2 എന്ന പൊസിഷനിലേക്കാണ് വരുന്നത്. അതാണ് ഇൻസേർട്ട്. appendഉം ഇൻസേർട്ടും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. ഇൻസേർട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഏത് പൊസിഷനിലേക്കാണോ ആഡ് ചെയ്യേണ്ടത് ആ പൊസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. append ഉപയോഗിച്ചാൽ നമുക്ക് എപ്പോഴും ലാസ്റ്റ് പൊസിഷനിലേക്കായിരിക്കും എലിമെൻറ്റ് ആഡ് ചെയ്യുന്നത്.